അനിശ്ചിതത്വത്തിന്റെ നിഴലിൽ കോൺഗ്രസ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ചെന്നിത്തലയുടെ നിലപാട് നിർണായകം. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്ര കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട അസ്വാരസ്യങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ അടുത്ത നീക്കമെന്തെന്ന ചോദ്യത്തിന് മുന്നിൽ രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടി പ്രവർത്തകരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാത്തതിലുള്ള കടുത്ത അമർഷം നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കലിലൂടെ അദ്ദേഹം പരസ്യമാക്കിയിരുന്നു. എന്നാൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അനുനയ നീക്കങ്ങൾക്കൊടുവിൽ അദ്ദേഹം പൊതുമധ്യത്തിലേക്ക് തിരിച്ചെത്തിയത് ശുഭസൂചനയായി പാർട്ടി നേതൃത്വം കണക്കാക്കുന്നുണ്ടെങ്കിലും മന്ത്രിസഭാ പ്രവേശന കാര്യത്തിൽ ഇപ്പോഴും കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അധികാര സമവാക്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ചെന്നിത്തല പക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. മുൻപ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന ചുമതലകൾ വഹിച്ച പരിചയസമ്പത്തുള്ള തനിക്ക് അർഹമായ പരിഗണന ലഭിക്കണമെന്നത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ അവകാശവാദമാണ്. എന്നാൽ കേവലം ഒരു മന്ത്രിസ്ഥാനം എന്നതിലുപരി ഭരണതലത്തിൽ നിർണായക സ്വാധീനം ഉറപ്പാക്കുന്ന വകുപ്പുകൾ ലഭിച്ചാൽ മാത്രമേ അദ്ദേഹം വഴങ്ങുകയുള്ളൂ എന്നാണ് സൂചന. കൂടാതെ തന്നോടൊപ്പം ഉറച്ചു നിൽക്കുന്ന വിശ്വസ്തർക്കും മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് ചെന്നിത്തല പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത്. വി.ഡി. സതീശനും മറ്റു നേതാക്കളും ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ്. പരിചയസമ്പന്നനായ ഒരു നേതാവിനെ ഭരണത്തിന് പുറത്തു നിർത്തുന്നത് സർക്കാരിന്റെ പ്രവർത്തനത്തെയും പാർട്ടിയുടെ ഐക്യത്തെയും ബാധിക്കുമെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട്. ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകുമോ അതോ തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മാറി നിൽക്കുമോ എന്നതാണ് വരും മണിക്കൂറുകളിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയം. ചെന്നിത്തലയുടെ ഓരോ നീക്കവും കേരളത്തിന്റെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.